നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ സുഹൃത്ത് കണ്ണൂരിൽ നിന്ന് അയച്ചു തന്ന എൻ്റെ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. 5 അംഗ സംഘത്തിൻ്റെ പരിപാടി, രാവിലെ ഫുഡൊക്കെ കഴിക്കുക. അവരുടെ ചിരിയും കളിയും കുസൃതികളും ഒക്കെയാണ്. നമ്മൾ നേരത്തെ ഇട്ടപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായ വീഡിയോ ആണ് അവരുടെ 5 പേരുടെ. കണ്ടോ, രാവിലെ ഫുഡ് കഴിക്കുക. തള്ളയും 5 മക്കളും ഒരേപോലെ ഇരിക്കും. നമുക്ക് ഒരേ ഡിസൈനും ഒരേ ഇതും. പിന്നെ അവരെ വികൃതികളും കുസൃതികളും ഒക്കെ ഒന്ന് കാണേണ്ട തന്നെ. രാവിലെ എണീച്ച് വന്ന ഉടനെ ഫുഡ് കഴിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക, പിന്നെ കുരുത്തക്കേട് നുഴഞ്ഞു കയറ്റുക. അതാണ് അവരുടെ ഹോബി കേട്ടോ. നുഴഞ്ഞു കയറ്റക്കാരാണ് എല്ലാവരും. വേണ്ടേ, നുഴഞ്ഞു കയറി പോകുന്നുണ്ട് അതിൻ്റെ ഇടയിലോട്ട്. ഇയാളവിടെ നോക്കുക, അവനെ തള്ളി താഴെ ഇടുന്നു. നോക്കുക, വേണ്ടേ, ചവിട്ടി താഴെ ഇട്ട്. ഇനി അടുത്തതിനെ ചവിട്ടി താഴെ ഇടാൻ പോവുക. കുരുത്തക്കേടിൻ്റെ അങ്ങേയറ്റങ്ങളാണ് ഇതെല്ലാം. എന്നിട്ട് അതിനെ ഇപ്പം തള്ളി താഴെ ഇടും. എന്നിട്ട് നോക്കുന്ന ആരെങ്കിലും കണ്ടോ, ഞാനൊന്നും ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ എൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറിപ്പോകുന്നത്. നുഴഞ്ഞേറ്റക്കാരാണ് ഇവരെല്ലാം. ചാടി, അടുത്തവൻ ചാടി, അവൻ ഇതിലേ കൂടെ തന്നെ പോകുന്നത്. ഗ്രില്ലിൽ കൂടെ നുഴഞ്ഞു കയറുന്നത്. രാവിലെ ഇത്ര എണ്ണത്തിൻ്റെ കളിയും ചിരിയും കണ്ടുകൊണ്ടിരിക്കുക എന്ത് ഭംഗിയാന്ന് നോക്ക്. ഒരെണ്ണം അതുകൊണ്ട് പൈപ്പിനകത്താണ്ട് കാല് കുടുങ്ങിയെന്ന് തോന്നുന്നു. അവിടെ തന്നെ നിൽക്കും, ഇറങ്ങാൻ പറ്റാതെ കേട്ടോ. രക്ഷപ്പെടുത്താൻ പോകുന്നുണ്ട്. കാലതിനകത്ത് കുരുങ്ങിയിട്ടുണ്ട്. തിരിച്ചിറങ്ങി വരുന്നു. എന്താ ഇത് ഒരേപോലെ 4 എണ്ണം പറയുമ്പോൾ എന്ത് രസമായിരിക്കും ഇതെല്ലാം കൂടെ കിടന്ന് കളിക്കുന്ന കാണാൻ. സ്റ്റൂളിൻ്റെ വെളിക്കറി രാജാവിനെ പോലെ ഇരിക്കുന്ന നോക്ക്. ഇതുണ്ടോ, ഞങ്ങളുടെ ടൈഗർ മോനെ ഉണക്കാനിട്ടേക്കുക കഴുകി കേട്ടോ. ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ ഒന്ന് കഴുകി ഇട്ടേക്കുക, അശയിലിട്ടേക്കുക കേട്ടോ. എന്നെ ആരും ശല്യം ചെയ്യരുത്, ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെന്നും പറഞ്ഞ് കിടക്കുക ടൈഗർ. ഞാനും പറഞ്ഞു മോൻ കിടന്നോ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ കിടക്കുക. ആരും അവനെ ശല്യം ചെയ്യാൻ വരരുത്. എന്നോടവൻ പറഞ്ഞ് ചാച്ച ഒന്ന് നോക്കിക്കോണം, പങ്കി ചേച്ചിയും വന്ന് എന്നെ ശല്യം ചെയ്യരുത്, ടൈഗർ ചേട്ടനും വന്ന് സിദ്ധാർത്ഥ ചേട്ടനും വന്ന് ശല്യം ചെയ്യരുത്, ആരും ശല്യം ചെയ്യാതെ അച്ഛനെ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് കിടക്കുക അവൻ. ഞാൻ പറഞ്ഞു മോൻ കിടന്നോ, ആരും വരുത്തില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ വിശ്രമിക്കുക. ആരും അവനെ ശല്യം ചെയ്യല്ലേ എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇച്ചിരി നേരം കുഞ്ഞ് കാറ്റൊക്കെ കൊള്ളട്ടെ. ഇതുവരെ മേൽഭാഗമൊക്കെ അല്ല കണ്ടിട്ടുള്ളായിരുന്നു, വണ്ടിയുടെ അടിഭാഗമൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ബോഡിയൊക്കെ ഫുള്ളൊന്ന് കാണാൻ വേണ്ടിയാണ് കിടക്കുന്നത്. നോക്ക്, അവൻ്റെ കിടത്തം നോക്ക്, അവൻ്റെ സ്റ്റൈല് നോക്ക്. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് ഇടുന്നുണ്ട്. ഇവരുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ അവർ വിളിച്ചു ചോദിക്കും എന്തേ പിള്ളേരെന്തേന്ന് ചോദിക്കും. അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയാണ് രാവിലെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അവർക്കൊക്കെ ഒരു സന്തോഷമാകട്ടെ, എൻ്റെ കളിയും ചിരിയും ഒക്കെ ഒരു ഇത് വരട്ടെന്ന് വിചാരിച്ചാൽ. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ അവന് നാണമായി. അവനങ്ങ് അങ്ങ് ചരിഞ്ഞ് കിടന്നുണ്ടോ, അവനെന്തോ ഒരു പന്തികേട് തോന്നി. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു. വീണ്ടും പിള്ളേരെ വിശേഷങ്ങളോട്ട്